ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ ആമുഖ ശുശ്രൂഷകളിലെ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥനാപൂർവം പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കട്ടെ. നിത്യസത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ബുദ്ധിയെയും ബോധത്തെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് തുടരാം. ഈശോ മിശിഹായുടെ കൽപ്പന അനുസ്മരണത്തിൻ്റെയും മാലാഖമാരുടെ കൂടെയുള്ള അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന കീർത്തനം 3 തവണ ആവർത്തിക്കുന്ന ത്രിത്വസ്തുതിയുടെയും തൊട്ടു പിന്നാലെയായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഈ ആരാധനാക്രമത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്, പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രധാനമായും ആഗ്രഹിക്കുക. പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടപ്രകാരം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ വസിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാര ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എന്തായിരുന്നു ഈശോ മിശിഹായുടെ മനുഷ്യാവതാര ലക്ഷ്യം? അത് നമ്മെ രക്ഷിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും സ്വർഗത്തിലുള്ള നിത്യമായ ദൈവ ആരാധനയിൽ നമ്മളെ പങ്കുകാരാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 1, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം, എല്ലാ ബന്ധനങ്ങളും നമ്മളെ രക്ഷിക്കണം. അത് മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമാണ്. 2ാമതായി ദൈവപിതാവിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ദൈവപിതാവിൻ്റെ പക്കൽ നിന്ന് ഓടിയകന്നവരാണ് പാപം വഴിയായി മനുഷ്യവർഗം മുഴുവൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക്, ദൈവപിതാവിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതായിരുന്നു 2ാമത്തെ ലക്ഷ്യം. 3ാമതായി ദൈവത്തോട് ചേർന്ന് നിത്യമായ സ്വർഗീയ ആരാധനയിൽ നമ്മൾ പങ്കുകാരായി മാറണം. അപ്പോൾ ഈ സ്വർഗീയമായ ആരാധനയുടെ മുൻ അനുഭവമായി പരിശുദ്ധ കുർബാനയെ സഭാപിതാക്കന്മാർ കണ്ടത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ആഴമായ ചില സത്യങ്ങളും അതുപോലെ ആമുഖ ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ എത്ര വ്യക്തമായ ഉൾക്കാഴ്ചയോടെ, ദൈവിക ദർശനത്തോടെ, സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഓരോ പ്രാർത്ഥനയും സഭാപിതാക്കന്മാർ ചിട്ടപ്പെടുത്തി തന്നത് എന്ന ശ്രേഷ്ഠമായ ഈ കുർബാനക്കർമ്മം നമുക്ക് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മീയ ജീവിതത്തെ കാര്യഗൗരവത്തോടെ എടുക്കുന്ന എല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന്. അല്ലേ? സാധാരണ ചോദിക്കല്ലേ, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായാൽ അതനുസരിച്ച് അങ്ങ് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് വെളിപ്പെട്ട് കിട്ടണമേ എന്ന തീവ്രമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളാമെന്ന തീവ്രമായ ആഗ്രഹത്തോടും തീരുമാനത്തോടും കൂടിയാണ് വളരെ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുക. ഇങ്ങനെ കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പലപ്പോഴും പലരോടും ചോദിക്കാൻ, ആത്മീയ മനുഷ്യരെന്ന് ജീവിതത്തിൽ കാണുന്നവരോടൊക്കെ ചോദിക്കാനിടയാകുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ ചോദ്യം മനുഷ്യൻ ചോദിക്കുക? 1ാമതായി ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സാഹചര്യം. മാനുഷികമായ ബുദ്ധി കൊണ്ട് പരിഹരിക്കാനുള്ള പ്രശ്നത്തെ പരിഹരിക്കാനും അതിജീവിക്കാനുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു പരിഹാരവും ആകുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതലായി പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ ചോദിക്കാറുണ്ട്, ദൈവമേ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വളരെ സത്യസന്ധമായ ചോദ്യമാണ്.
രണ്ടാമതായി മനുഷ്യൻ ചോദിക്കുക, പല വഴികൾ എൻ്റെ മുൻപിലുണ്ട്, ഒന്നിലേറെ സാഹചര്യങ്ങൾ, സാധ്യതകൾ എൻ്റെ മുൻപിലുണ്ട്. ഇതിലേത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എനിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? ആ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കാറുണ്ട്. മൂന്നാമതായി അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജീവിതത്തിൽ ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും അവസാനം പരാജയത്തിലാണ് എത്തിയത്. അപ്പോൾ ഇങ്ങനെ അനേക പരാജയങ്ങൾ വാങ്ങി അനേക നഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഒരു തീരുമാനം സ്വന്തമായി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും ഒക്കെ എടുത്ത പല കാര്യങ്ങളും പരാജയപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുൻപിൽ കർത്താവേ ഞാൻ എന്ത് ചോദിക്കണമെന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലതരത്തിലുള്ള കാരണങ്ങളാൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എന്നെ വിജയത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അറിയുവാൻ വേണ്ടി മനുഷ്യൻ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഇത് മനസ്സിലാക്കുവാൻ ഒരു എളുപ്പ വഴിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിക്കുന്നതല്ല. നമ്മൾ ജനിച്ച നാളുകൾ മുതൽ തന്നെ, ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 11-ാം വാക്യം നമുക്കെല്ലാവർക്കും മനഃപാഠമാണ്. ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 29:11, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ബാക്കി പറഞ്ഞ്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പം ദൈവം എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഉണ്ടാക്കിയ പദ്ധതി മനുഷ്യരുടെ രക്ഷയ്ക്കും അതേപോലെ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അത് നമ്മൾ വിശ്വസിച്ചേ മതിയാകും. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രത്യേകമായ തകർച്ചയുടെ പശ്ചാത്തലത്തിലല്ല ദൈവം എനിക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കിയത്. പ്രത്യുത എൻ്റെ ജനനത്തിന് മുൻപാണ് എന്ന് നമ്മൾ ആദ്യമേ അറിയുക. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ദൈവിക പദ്ധതികളുടെ വെളിപ്പെടുത്തലുകൾ ഇന്നത്തെ സാഹചര്യത്തെ ഞാൻ എങ്ങനെ വായിച്ചെടുക്കണം എന്നതിന് ചില ചൂണ്ടുപലകകൾ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാൾ വഴികളിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുകയും അത് വായിച്ചെടുക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇനിയുള്ള എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള എളുപ്പമായ മാർഗം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ പദ്ധതി പുതുതായി തുടങ്ങുന്നതല്ല എന്നും അത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ദൈവിക പദ്ധതിയുടെ തുടർച്ചയും പൂർത്തീകരണവുമാണ് എൻ്റെ നാളെയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട്, നമുക്ക് ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു വിഷയം നമ്മുടെ മുൻപിലുണ്ട്. അതിന് ഞാൻ എന്ത് തീരുമാനമെടുക്കണം എന്ന് ചോദിച്ചാൽ അതിനു മുൻപ് തന്നെ ചില അടയാളങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അടയാളങ്ങളെ വായിച്ചെടുക്കാൻ പഠിക്കുക. ചില ചൂണ്ടുപലകകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ചൂണ്ടുപലകകളെ വായിച്ചെടുക്കാനും അതിലൂടെ ലഭിക്കുന്ന സന്ദേശത്തെ സ്വീകരിക്കാനും കഴിയുക എന്നതാണ് വളരെ സ്വാഭാവികമായി ഒരാൾ ചെയ്യേണ്ട കാര്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ഒന്നാമത്തെ അടയാളം എൻ്റെ മാതാപിതാക്കളും ഞാൻ ജനിച്ച സാഹചര്യങ്ങളുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇപ്പോഴുള്ള സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലായാലും അത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്ന അടയാളം ഞാൻ ജനിച്ച എൻ്റെ സാഹചര്യങ്ങളും വളർന്ന എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ മാതാപിതാക്കന്മാരുമാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇന്ന കുടുംബത്തിൽ ഇന്ന മാതാപിതാക്കന്മാരുടെ മകനായി മകളായി, അതും എത്രാമത്തെ മകനായി മകളായി, ഇതെല്ലാം തീരുമാനിച്ചത് ദൈവമാണ്.
അപ്പം നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ടാകുന്നതല്ല. ഈ കാലഘട്ടത്തിലല്ല, ഒരു 100 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാകേണ്ടത് എങ്കിൽ എൻ്റെ സാഹചര്യമെല്ലാം വേറെ ആയിരിക്കും. ഒരു 100 കൊല്ലം മുമ്പാണ് ഞാൻ ഉണ്ടായതെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ പ്രദേശത്തല്ല, ഏതെങ്കിലും വേറൊരു രാജ്യത്താണ്, വേറെ സ്ഥലത്തായിരുന്നു ഞാൻ ഉണ്ടായതെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നായി മാറുമായിരുന്നു. ഈ മാതാപിതാക്കന്മാരുടെ അല്ലാതെ വേറെ ഏതെങ്കിലും മാതാപിതാക്കന്മാരുടെ മകനായി മകളായിട്ടാണ് ഞാൻ ഉണ്ടായതെങ്കിൽ ഇന്നത്തെ എൻ്റെ ജീവിതവുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിലല്ലാതെ വേറൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ജനിച്ചതെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നായി മാറുമായിരുന്നു. ഇപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കന്മാരോടും ഞാൻ ജനിച്ച് ജീവിച്ച് വളരുന്ന എൻ്റെ സാഹചര്യങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. വേറൊരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വേറൊരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തുള്ള വ്യക്തികൾ ജീവിക്കുന്നതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാകാൻ നമുക്കുണ്ടാകുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മാതാപിതാക്കന്മാരുടെ മക്കളായി ഈ കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് ഈ സാഹചര്യത്തിൽ ഇത്രാമത്തെ മകനായി മകളായി ഞാൻ ജനിക്കണം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതല്ലാതെ മറ്റൊന്നായിരുന്നെങ്കിൽ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കെട്ടിയവനല്ലാതെ വേറൊരുത്തനായിരുന്നെങ്കിൽ, ഈ കുടുംബത്തിലേക്കല്ലാതെ വേറെ ഏതെങ്കിലും കുടുംബത്തിലേക്കായിരുന്നു വന്നതെങ്കിൽ, ഈ മാതാപിതാക്കന്മാരല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു. ഇങ്ങനെ അനേകർ പറയുന്നത് കേൾക്കാൻ ജീവിതത്തിലിടയായിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം കൊണ്ടുവന്നാക്കിയ സ്ഥലത്തും സാഹചര്യത്തിലുമായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഒരു വചനം അതിനോട് ബന്ധപ്പെടുത്തിയത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? അത് താബോറിൻ്റെ മലമുകളിൽ വെച്ച് ശമയൻ പത്രോസ് പറയുന്ന വാക്കാണ്. എന്താണ് ആ വാക്ക്? കർത്താവേ നാം, ബാക്കി പറഞ്ഞേ, കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. നാം ഇവിടെ ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇവിടെ ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ ദൈവം കൊണ്ടുവന്നാക്കിയ സ്ഥലത്തും സാഹചര്യത്തിലും ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഈ സാങ്കല്പിക ലോകത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാനും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി ഞാൻ ഇവിടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിക്കും. അത് വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. അതോടനുബന്ധമായി പ്രിയപ്പെട്ടവരെ, നിൽക്കുന്നിടത്ത് പൂക്കാൻ കഴിയാത്തവർക്ക് ജീവിതത്തിൽ ഒരിടത്തും പൂക്കാനാവില്ല. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു വാക്കാണത്. നിൽക്കുന്നിടത്ത് പൂക്കാൻ കഴിയാത്തവർക്ക് ജീവിതത്തിൽ ഒരിടത്തും പൂക്കാനാവില്ല. വേറെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഇതിനേക്കാൾ കുറേ കൂടെ തീവ്രമായ സങ്കടാനുഭവങ്ങളായിരിക്കും അവിടെ തരിക. അതുകൊണ്ട് നിൽക്കുന്നിടത്ത് പൂക്കാൻ പഠിക്കുക. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇവരുടെ കൂടെ ആയിരിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ ആദ്യമേ വിശ്വസിക്കണം. ഇനി അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയാൽ ഇനി എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ കുറേ കൂടെ എനിക്ക് എളുപ്പം കിട്ടും. പഴയതിനെ എനിക്ക് തിരുത്താനാവില്ല. ഞാൻ എവിടെ ആയിരിക്കണമെന്ന്, ഏത് മാതാപിതാക്കന്മാരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടതെന്നത് എനിക്ക് തിരുത്താനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തിരുത്താനാവാത്തതിനെ ഓർത്ത് പരാതിപ്പെടാതെ ദൈവം തന്നതിനെ അതേപോലെ സ്വീകരിക്കാൻ പഠിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടിയ പലരും, നമ്മുടെ മാതാപിതാക്കന്മാരാകട്ടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പലരും എന്തോരം കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ്. നമുക്കും നമ്മുടേതായ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും, ദൈവമല്ലാതെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും കുറവുകളുള്ളവർ തന്നെയാണ്. അവർ സൃഷ്ടിയാണ്, അവരാരും സൃഷ്ടാവല്ല.
അപ്പം അതുകൊണ്ട് എല്ലാവരിലും പൂർണ്ണത നമ്മൾ അന്വേഷിക്കാനാവില്ല, നമുക്കതിന് അവകാശപ്പെടാനും സാധ്യതമല്ല. അതുകൊണ്ട് തന്നെയാണ് അപൂർണരായവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും അപൂർണരാണ്, അതോടൊപ്പം അപൂർണരായവരുടെ കൂടെയുമാണ് നാം ജീവിക്കുന്നത്. അപൂർണരായവർക്ക് പൂർണ്ണത നൽകാനാവില്ല. മനസ്സിലായോ? അപൂർണരായവർക്ക് പൂർണ്ണത നൽകാനാവില്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് കരുതുക. ഞാൻ വളരെ പ്രിയപ്പെട്ട ഒരാളോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ? അയാൾ വലിയ താല്പര്യവും സ്നേഹവും ഉണ്ട്, പക്ഷേ എന്നാലും അയാളുടെ പക്കൽ ഇല്ല എന്ന് കരുതുക. അപൂർണരായവർക്ക് പൂർണ്ണത നൽകാനാവില്ല. നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നു, പക്ഷേ അവർക്കത് തരാനാവില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവരത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ അപൂർണരായവരിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിച്ചപ്പോഴാണ് നമ്മളൊക്കെ മുറിവേറ്റത്. ഇത്തിരി കൂടെ അംഗീകാരം കിട്ടിയിരുന്നെങ്കിൽ, ഇത്തിരി കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരു ഇത്തിരി കൂടെ സ്നേഹമൊന്ന് പ്രകടിപ്പിച്ചിരുന്നു, സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതൊന്ന് ഒരു ഇത്തിരി കൂടെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പലരും ചിന്തിക്കും. അവർക്കത്രയേ പറ്റൂ, അവർക്കത്രയേ അറിയൂ. കാരണം അപൂർണരായവരിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിക്കരുത്. പിന്നെ എവിടെ നിന്നാണ് പൂർണ്ണത നമുക്ക് കിട്ടുക? പൂർണ്ണത നമുക്ക് നൽകാൻ പൂർണ്ണനായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇതാണ് തിരിച്ചറിയേണ്ട രണ്ടാമത്തെ കാര്യം. പൂർണ്ണനായ ദൈവത്തിന് മാത്രമേ നമുക്ക് പൂർണ്ണത നൽകാനാകൂ. അപ്പോൾ അപൂർണരായ വ്യക്തികളെല്ലാം പൂർണ്ണനായ ഒരു വ്യക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ചൂണ്ടുപലകയാണ് എന്നതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപൂർണരായ വ്യക്തികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കും കുറവുകളുണ്ട്. അങ്ങനെ ആ ജീവിതത്തെ ഞാൻ അതിജീവിച്ച് വിജയത്തിലെത്താൻ ഞാൻ എങ്ങോട്ട് തിരിയണം? ഇതുവരെ നോക്കിയ അപൂർണരായ വ്യക്തികളിൽ നിന്ന് കണ്ണുപറിച്ച് പൂർണ്ണനായ ദൈവത്തിലേക്ക് ഞാൻ എന്ന് എൻ്റെ ദൃഷ്ടികളെ ഉയർത്തുന്നുവോ, അവൻ നയിക്കുന്ന വഴികളിലൂടെ നടക്കാൻ ഞാൻ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നുവോ, എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആ വഴിയിലൂടെ ഞാൻ നടക്കാൻ പരിശ്രമിക്കുന്നുവോ, അന്ന് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറും. അപ്പം അതുകൊണ്ട് വേറെ വെളിപാടുകൾക്ക് വേണ്ടിയല്ല ഞാൻ പോകേണ്ടത്. എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അപൂർണരായ വ്യക്തികളുടെ മക്കളായോ അപൂർണരായ വ്യക്തികളുടെ സഹോദരനായോ സഹോദരിയായോ ജീവിക്കാനും ഈ സാഹചര്യത്തിൽ കുറവുകളുടെ നടുവിൽ ജീവിക്കാനും ഒക്കെ ഇടയായത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ അവരിലേക്ക് നോക്കി നിൽക്കാതെ പൂർണ്ണനായവനിലേക്ക് നോക്കുക എന്ന സൂചനകളും ചൂണ്ടുപലകകളുമാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും കഴിഞ്ഞ ഈ കാലഘട്ടം മുഴുവൻ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് എവിടെ അവസാനിപ്പിക്കാൻ പാടില്ല? ഇതുവരെ തന്നതിൽ ഉള്ള നിരാശയും ദുഃഖത്തിൽ അവസാനിപ്പിക്കുകയല്ല. ഈ അപൂർണരായവരിൽ നിന്ന് കണ്ണുപറിച്ച് പൂർണ്ണനായവനിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അപൂർണരായവർക്ക് പൂർണ്ണത നൽകാനാവില്ല എന്നും എന്നെക്കുറിച്ച് ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടർച്ചയും അതിൻ്റെ പൂർത്തീകരണവുമാണ് ഇനിയുള്ള എൻ്റെ ജീവിതമെന്നും ഞാൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജെറമ്യായുടെ പുസ്തകം നമ്മൾ കണ്ടതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ സാധാരണ നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികളെല്ലാം അപൂർണമായ ജീവിതത്തിനപ്പുറത്ത് പൂർണ്ണമായ ഒരു ജീവിതമുണ്ട് എന്ന് സൂചിപ്പിച്ചവരാണ്. അപൂർണമായ സ്നേഹം തന്നവർ ഒരു പൂർണ്ണമായ സ്നേഹത്തെക്കുറിച്ചുള്ള സൂചനകളാണ് അവരറിയാതെ തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. പൂർണ്ണനായ ഒരുവനുണ്ട്, പൂർണ്ണമായൊരു സ്നേഹമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയോ അതിനേക്കാൾ ഉപരിയോ ആയ സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് ദൈവം തരുന്ന സ്നേഹമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പിതൃസ്നേഹം നൽകാൻ പറ്റുന്നൊരു പിതാവ് നമുക്കുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മാതൃസ്നേഹം നൽകാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയവരെല്ലാം ഈ പൂർണ്ണനായവനിലേക്ക് നമ്മളെ നയിക്കുന്ന ചൂണ്ടുപലകകൾ മാത്രമാണ് എന്ന് പറയുക.
അവർ ഈ സ്നേഹത്തിൻ്റെ ഒരു രുചി നമുക്ക് നൽകിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു അനുഭവം സാധാരണ മനുഷ്യരെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു രുചി നമുക്ക്, സ്നേഹത്തിൻ്റെ രുചി നമുക്ക്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു രുചി നമുക്ക് സഹോദരങ്ങൾ അല്പമായിട്ടെങ്കിലും തന്നിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുക എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. ആത്മീയ ജീവിതത്തിൽ വളരുവാൻ സകല നന്മകളുടെയും നിറകുടമായ ദൈവത്തിന് വേണ്ടിയുള്ള തീവ്രമായ ഒരാഗ്രഹം നമ്മിൽ രൂപപ്പെടണം എന്നതാണ് പ്രായോഗിക തലത്തിൽ ഒന്നാമത്തെ കാര്യം. പ്രായോഗിക തലത്തിൽ തമ്പുരാനോടുള്ള ഒരു തമ്പുരാൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കണ്ടുമുട്ടുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും നാം എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അപ്പം പദ്ധതി വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രം പോരാ, ഇതൊരു തുടർച്ചയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നാളിതുവരെയുള്ള കാലഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ചെന്ന് ചാടി അബദ്ധങ്ങളൊക്കെ അർഹിക്കുന്നത് ഞാൻ കൊടുക്കാതെ പോയതുകൊണ്ടാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് എളുപ്പമായി മാറും. അതുകൊണ്ടാണ് കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ അന്വേഷിക്കുമെന്ന് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. അകന്നു പോയതിൽ നിന്ന് 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരാനുള്ള പ്രേരണയാണ് നമുക്ക്. അതുകൊണ്ട് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കുറിച്ച് അതിനു വേണ്ടി ഞാൻ എന്തുമാത്രം പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മാനദണ്ഡമായി ഞാൻ കാണേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം പൂർണ്ണനായ ദൈവത്തിലേക്ക് നമ്മളെ അതിലേക്ക് നമ്മളെ നയിച്ച അനേക വ്യക്തികളുണ്ട്. അത് കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതിന് വേണ്ടി ഈ ചൂണ്ടുപലകകളെ നമ്മൾ ശ്രദ്ധിക്കണം. പാതയോരത്തെ ചൂണ്ടുപലകകളെ ശ്രദ്ധിക്കണം. ഒരു സമൂഹം ഒന്നിച്ച് നിൽക്കുന്നു, രാത്രിയാണെന്ന് സങ്കല്പിക്കുക. ഞാൻ മുറ്റത്ത് ഇറങ്ങി നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന്, മക്കൾ ഇതാ നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ഓരോ നക്ഷത്രത്തെയും ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവർ എൻ്റെ കൈവിരലിൻ്റെ തുമ്പിൽ മാത്രം നോക്കിയാൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്ക് കിട്ടാതെ പോകും. ചൂണ്ടുപലകകളിൽ തങ്ങി നിൽക്കാനുള്ളതല്ല, ചൂണ്ടുപലകകൾ എവിടേക്കാണ് ചൂണ്ടുന്നത് എന്ന്, എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവരെല്ലാം ചൂണ്ടിയത് ഈ വലിയ സ്നേഹത്തിൻ്റെ നിറകുടമായ ദൈവത്തിലേക്കാണ്, പൂർണ്ണനായ ദൈവത്തിലേക്കാണ് എല്ലാവരും നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു വലിയ അന്തർദാഹം നമ്മുടെ എല്ലാം ഉള്ളിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വരേണ്ടതാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ദൈവത്തെ കൂടാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ചിന്ത ഈ അനർത്ഥങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം നടുവിലായിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായി രൂപപ്പെട്ടു വരേണ്ടതാണ്. അത് വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞ, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ള ഒരു അന്തർദാഹം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈശോ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തെ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പറഞ്ഞേ, ബാക്കിയുള്ളവർക്ക് അറിയാമെന്ന് നോക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, എല്ലാവരും പറഞ്ഞേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്ത വാക്യം കൂടെ, 38-ാമത്തെ വാക്യം കൂടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ, എല്ലാവരും പറഞ്ഞേ, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ
അരുവികൾ ഒഴുകും എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതായ കാര്യം. അപ്പോൾ ഈ ഒരു തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നാൽ അതിനാനുപാതികമായി ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും. അപ്പോൾ ജീവജലത്തിൻ്റെ അരുവി എന്നിൽ വന്ന് നിറയും. ആ അരുവി എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. കൂടാരത്തിരുന്നാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ പറഞ്ഞ വാക്യമാണ് ഇത്. ഇവിടെ സൂചിപ്പിക്കുന്ന ദാഹം എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ഒരു ദാഹമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ആത്മീയമായ ദാഹത്തേക്കും, ഇനി ശരിക്കും ശ്രദ്ധിക്കുക, ആത്മീയമായ ദാഹത്തെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തെയും സൂചിപ്പിക്കുന്നു. 2-3 ദാഹങ്ങളുണ്ട്, 2-3 ഒരുപാടുണ്ട്. ശാരീരികമായ തലത്തിലെ പല ആഗ്രഹങ്ങളും ദാഹങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആത്മീയമായ ദാഹമാണ്. ആ ദാഹമാണ് നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടാവണം. അപ്പോൾ കൺവെൻഷൻ പന്തലുകളിൽ വരുന്നതും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും വിശുദ്ധ കുമ്പസാരം നടത്തുന്നതും കൂദാശകൾ സ്വീകരിക്കുന്നതും പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരുന്നതും എല്ലാം ഒന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമതായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ത്യാഗങ്ങൾ സഹിക്കണം. ആത്മാക്കളുടെ രക്ഷ, അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള ദാഹം ഉണ്ടാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നിന്നിൽ കൂടുതൽ ആഴപ്പെടാൻ തുടങ്ങി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള വിശുദ്ധമായ അന്വേഷണവും ഈ ദാഹമായി നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. അതൊരു വിശുദ്ധമായ ദാഹമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ ദാഹമുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ജീവജലത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ, ജീവജലം കടന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിറവ് ഉള്ളതിന് മാത്രമേ കവിഞ്ഞൊഴുകാൻ പറ്റൂ. നിറവ് ഉള്ളതെല്ലാം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. ദൈവത്തിന് വേണ്ടിയുള്ള ഈ ദാഹം നമ്മിൽ വളർന്ന് നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹമായി. ദൈവത്തിൻ്റെ ദാഹത്തോട് നമ്മുടെ ദാഹം ഒന്നായി മാറുകയാണ്. അപ്പോഴാണ് നമ്മിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറത്തേക്ക് ഒഴുകാൻ. ഇവിടെ വരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി നമ്മുടെ കൂടെ വസിച്ച ദൈവപുത്രൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം എന്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മനുഷ്യാവതാര ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. പിതാവിനോടൊത്ത്, സ്വർഗവാസികളോട് ഒത്ത് പിതാവായ ദൈവത്തെ സ്വർഗത്തിൽ അനവരതം പാടിപ്പുകഴ്ത്തുക എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് തരപ്പെടും, കൂട്ടിച്ചേർത്ത് തരപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരായി മാറുക, ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. നമ്മുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം താഴെ വെച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കും. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ആരംഭിക്കുന്ന പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നിത്യതയിൽ പൂർത്തിയാകാനുള്ള പ്രാർത്ഥനയാണ്. അത് എന്നും തുടരേണ്ട പ്രാർത്ഥനയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ദൈവസ്തുതിയുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധൻ 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 എന്ന പ്രകീർത്തനത്തോട് ചേർന്ന പ്രാർത്ഥനയാണ്. അതൊരു നിത്യമായ ആരാധനയാണ്. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലേക്ക്. അതുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരം നടന്ന ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മുഴങ്ങിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയുടെ തൊട്ടു പിന്നാലെയായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒലിവ് മലയുടെ മുകളിലുള്ള ഒരു ഗുഹയിലിരുന്നു കൊണ്ട് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച
ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അത് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുന്ന രംഗം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി ഉരുവിടുവാൻ. ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ടും സഹോദരങ്ങളിലേക്ക് കരങ്ങൾ വിടർത്തിക്കൊണ്ടും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇത് സ്വർഗോന്മുഖമായൊരു തലമുണ്ട്, അതോടെ സഹോദരങ്ങളിലേക്ക് നീളുന്ന മറ്റൊരു തലവുമുണ്ട്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവം പിതാവായതുകൊണ്ടാണ് അടുത്തു നിൽക്കുന്നവൻ എൻ്റെ സഹോദരനായി മാറുന്നത്. ക്രിസ്തീയത എന്ന് പറയുന്നത് വിശ്വമാനവികതയാണ്, വിശ്വബന്ധുത്വ സംസ്കാരമാണ്, വിശ്വ സാഹോദര്യമാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. ഇതൊരു വിശ്വ സാഹോദര്യത്തിലേക്ക് നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ പിതാവേ എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ പിതാവേ. ഈ സമൂഹത്തിലെ സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായി മാറുന്നത് അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ദൈവം എൻ്റെ പിതാവായതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് വഴിയായി വിശ്വമാനവികതയിലേക്ക് നമ്മൾ വളരുകയാണ്. മാത്രമല്ല സ്വർഗത്തെയും ഭൂവാസികളെയും എല്ലാം ഒരുമിപ്പിക്കുകയാണ്, ഒരേ ചരടിൽ കോർത്തിണക്കുകയാണ്. ഇവിടെ മനുഷ്യഭാഷയിൽ ആദ്യമായി ഒരാൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് ഈശോയാണ്. ഈശോയ്ക്ക് മാത്രമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിലുള്ളൂ. ആ ദൈവപുത്രനായ ഈശോ ഈ പിതാവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. ദൈവമക്കളുടെ പദവിയിലേക്ക്, ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തി. അങ്ങനെ എങ്ങനെയാണ് ഉയർത്തിയത്? ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഈശോ ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് അപ്പാ എന്ന് വിളിക്കാനുള്ള അവകാശം കിട്ടിയത് വഴിയായി സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എത്രയും ആത്മാർത്ഥതയോടെ വേണം നമ്മളത് വിളിക്കാൻ. കാരണം ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മളെ സ്നേഹിക്കുന്ന അപ്പനാണ്, സ്നേഹത്തിൻ്റെ നിറകുടമായ അപ്പനാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ ഒരു സ്നേഹത്തോടെ, പുത്രവാത്സല്യത്തോടെ നമ്മളെ നോക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം അബ്ബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കാൻ. ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത കൂടുതൽ ആഴങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കും. അതിൻ്റെ പ്രത്യേകത എന്നത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഘടന ആഴങ്ങളിൽ നമ്മൾ പഠിക്കും. അതിലെ 7 നിയോഗങ്ങൾ, ആ യാചനകൾ, പ്രാർത്ഥനകളെല്ലാം നമ്മൾ കൂടുതൽ ആഴങ്ങളിൽ പഠിക്കും. നമുക്ക് ആദ്യമേ കർത്താവേ, നിന്നോടുള്ള നിന്നിൽ വിലയം പ്രാപിക്കാനുള്ള, നിന്നെ സ്വന്തമാക്കാനുള്ള തീവ്രമായ ഒരു അന്തർദാഹം എന്നിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി അന്വേഷിച്ച അപൂർണരായ വ്യക്തികളിൽ നിന്ന് അതൊന്നും സ്വീകരിക്കാതെ വന്നതിൻ്റെ പേരിൽ അവരൊക്കെ വഴികാട്ടികൾ മാത്രമായിരുന്നെന്ന്, ചൂണ്ടുപലകകൾ മാത്രമായിരുന്നുവെന്ന്, പൂർണ്ണനായൊരു ദൈവമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് അവരുടെ വാക്കിലും പ്രവൃത്തിയിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അങ്ങ് പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ സ്വന്തം മക്കളുടെ പദവിയോടുകൂടെ, അവകാശത്തോടുകൂടെ അങ്ങേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കാൻ, നിൻ്റെ പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഈ ആരാധനയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.